ഓം ശാന്തി. 19/3/2025. ബാബ എന്ന് പറഞ്ഞ ഇതാണ്: മധുരമായ കുട്ടികളെ, ഈ പഴയ ലോകത്തിൽ നിന്നും പഴയ ശരീരത്തിൽ നിന്നും നിങ്ങൾക്ക് ജീവിച്ചിരിക്കെ തന്നെ മരിച്ച് വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹിയഭിമാനിയാകൂ. ചോദ്യം: നല്ല നല്ല പുരുഷാർത്ഥികളായിട്ടുള്ള കുട്ടികളുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: നല്ല പുരുഷാർത്ഥികളായിട്ടുള്ളവർ അതിരാവിലെ എഴുന്നേറ്റ് ദേഹിയഭിമാനിയായിരിക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യും. അവർ ഒരു ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യും. മറ്റൊരു ദേഹധാരിയുടെയും ഓർമ്മ വരാതെ നിരന്തരം ഒരു ബാബയുടെയും 84 ചക്രത്തിൻ്റെയും ഓർമ്മ മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന ലക്ഷ്യം അവർക്ക് ഉണ്ടായിരിക്കും. ഇതും അഹോ സൗഭാഗ്യം എന്ന് പറയും. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് മരിച്ചത്? ദേഹാഭിമാനം ഉപേക്ഷിച്ചു. പിന്നീടുള്ളത് ആത്മാവാണ്. ശരീരം നശിച്ചു പോകുന്നു, ആത്മാവ് മരിക്കുന്നില്ല. ബാബ പറയുന്നു, ജീവിച്ചിരിക്കെ തന്നെ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പരംപിത പരമാത്മാവുമായി യോഗം വയ്ക്കുന്നതിലൂടെ ആത്മാവ് പവിത്രമാകും. ആത്മാവ് പവിത്രമാകാതെ പവിത്രമായ ശരീരവും ലഭിക്കില്ല. ആത്മാവ് പവിത്രമായി കഴിഞ്ഞാൽ സ്വതവേ തന്നെ ഈ ശരീരം ഉപേക്ഷിക്കും. സർപ്പത്തിൻ്റെ തോല് സ്വാഭാവികമായി വിട്ടു പോകുന്നത് പോലെ അതിനോടുള്ള മമത്വം ഇല്ലാതാകുന്നു. അതിനറിയാം ഇപ്പോൾ പുതിയ തോല് കിട്ടുമെന്ന്. ഓരോരുത്തർക്കും അവരവരുടേതായ ബുദ്ധിയുണ്ടാകുമല്ലോ, അല്ലേ? നിങ്ങൾ കുട്ടികൾക്ക് അറിയാം, ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ ഈ പഴയ ലോകത്തിൽ നിന്നും പഴയ ശരീരത്തിൽ നിന്നും മരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആത്മാക്കൾ ശരീരം ഉപേക്ഷിച്ച് എങ്ങോട്ട് പോകും? തൻ്റെ വീട്ടിലേക്ക്. ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്ന് ആദ്യം വളരെ നന്നായി ഉറപ്പിക്കണം. ആത്മാവ് പറയുന്നു, ബാബ, ഞാൻ അങ്ങയുടേതായി തീർന്നിരിക്കുകയാണ്. ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു കഴിഞ്ഞു. പിതാവായ എന്നെ ഓർമ്മിക്കൂ എങ്കിൽ നിങ്ങൾ തമോപ്രധാനത്തിൽ നിന്നും സതോപ്രധാനമായി മാറും എന്ന നിർദ്ദേശം ആത്മാവിനിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഈ ഓർമ്മിക്കുന്നതിൻ്റെ ശീലം വളരെ ആവശ്യമാണ്. ആത്മാവ് പറയുന്നു, ബാബ, അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങയുടേതായി തന്നെ മാറും. ആത്മാവ് പുരുഷനാണ്, സ്ത്രീയല്ല. നമ്മൾ ആത്മാക്കൾ സഹോദരങ്ങളാണ് എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും സഹോദരിമാരാണ് എന്ന് പറയില്ല. എല്ലാ കുട്ടികൾക്കും സമ്പത്ത് ലഭിക്കണം. ആത്മാക്കളെല്ലാം സഹോദരങ്ങളാണ്. ബാബ സർവരോടും പറയുന്നു, ആത്മീയ കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ. ആത്മാവ് എത്ര ചെറുതാണ്. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ധാരണയ്ക്കുള്ള പോയിന്റ്: ഒന്നാമത്തത്, ബാബയിൽ നിന്നും ആശീർവാദം യാചിക്കുന്നതിന് പകരം ഓർമ്മയുടെ യാത്രയിൽ ഇരുന്ന് തൻ്റെ കർമ്മക്കണക്കുകൾ അവസാനിപ്പിക്കണം. പാവനമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ഈ ഡ്രാമയെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണം. അടുത്ത പോയിന്റ്: ഈ പഴയ ലോകത്തെ കണ്ടുകൊണ്ടും ഓർമ്മിക്കാതിരിക്കണം. കർമ്മയോഗിയാകണം. സദാ ഹർഷിതമായിരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. ഒരിക്കലും കരയരുത്. വരദാനം: ഗൃഹസ്ഥത്തിൽ ഇരുന്നും എൻ്റേതെന്ന ഭാവത്തെ ത്യാഗം ചെയ്യുന്നവരായ സത്യമായ ട്രസ്റ്റി മായാജീത്തായി ഭവിക്കൂ. ഏതുപോലെയാണോ അഴുക്കിൽ അണുക്കൾ ഉണ്ടാകുന്നത്, അതുപോലെ ഇവിടെ ഞാൻ എന്ന ഭാവമുണ്ടോ അവിടെ മായ ജന്മെടുക്കുന്നു. മായാജീത്തായി മാറുന്നതിനുള്ള സഹജമായ വിധിയാണ് സ്വയത്തെ സദാ ട്രസ്റ്റിയാണെന്ന് മനസ്സിലാക്കുക. ബ്രഹ്മകുമാർ അർത്ഥം സൂക്ഷിപ്പുകാരൻ. സൂക്ഷിപ്പുകാരന് യാതൊന്നിനും മമത്വം ഉണ്ടാകില്ല. എന്തുകൊണ്ടെന്നാൽ അവരിൽ ഞാൻ എന്ന ഭാവമില്ല. സ്വയത്തെ ഗൃഹസ്ഥിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ മായ വരുന്നു. സൂക്ഷിപ്പുകാരെന്ന് മനസ്സിലാക്കുമ്പോൾ മായ ഓടിപ്പോകുന്നു. അതിനാൽ വേറിട്ടിരുന്ന ഗൃഹസ്ഥത്തിലെ കാര്യങ്ങളിലേക്ക് വരൂ എങ്കിൽ മായ പ്രൂഫ് ആയിരിക്കാൻ സാധിക്കും. സ്ലോഗൻ: എവിടെ അഭിമാനം ഉണ്ടാകുന്നുവോ അവിടെ അപമാനത്തിൻ്റെ ഫീലിംഗ് തീർച്ചയായും വരും. ഓം ശാന്തി.